പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 14 നാളത്തെ പ്രഭാതത്തിൽ അത്യത്ഭുതകരമായൊരു സംഭവം നമ്മുടെ കേരള സംസ്ഥാനത്ത് നടക്കും. അതെന്താണെന്ന് വെച്ചാൽ, നാളെ മുതൽക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്ന സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. ടിക്കറ്റ് കൊടുക്കും, പക്ഷേ അത് സീറോ ടിക്കറ്റായിരിക്കും. ടിക്കറ്റിന് പണം കൊടുക്കേണ്ടതില്ല. ഇവരുടെ യാത്ര പരിപൂർണമായിട്ട് സൗജന്യമായിരിക്കും. ഡീലക്സ് ബസ്സിലോ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലോ, അതല്ലെങ്കിൽ ലോ ഫ്ലോർ ബസ്സിലോ, അതുമല്ലെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലോ ഈ സൗജന്യം ലഭ്യമായിരിക്കില്ല. കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി സർവീസിൽ ഇനി മേലിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ടിക്കറ്റ് വേണ്ട എന്നാണ് തീരുമാനം. വേറെ വിധത്തിൽ പറഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രമേ ടിക്കറ്റ് വേണ്ടൂ. ഈ അമ്മമാരോടൊപ്പം യാത്ര ചെയ്യുന്ന ആൺകുട്ടികൾക്ക് ഈ സൗജന്യം കിട്ടുമെന്ന് എനിക്കറിയില്ല. അവർക്കും കൂടി ബാധകമാക്കാവുന്നതാണ്. അമ്മയ്ക്ക് ടിക്കറ്റ് വേണം, മോന് ടിക്കറ്റ്, അമ്മയ്ക്ക് ടിക്കറ്റ് വേണ്ട, മോന് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞതിൽ ചെറിയൊരു അസ്വാഭാവികതയുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി സർക്കാർ പരിഗണിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പുരുഷന്മാരോടുള്ളൊരു വിവേചനമാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. നമ്മുടെ രാഹുൽ ഈശ്വറും മറ്റുമൊക്കെ ഈ കാര്യത്തിൽ ഏത് രീതിയിൽ പ്രതികരിക്കുന്നത് എനിക്കറിയില്ല. മെൻസ് അസോസിയേഷൻകാർ ഈ കെ എസ് ആർ ടി സി ബസ്സിനെതിരെ ചീമോട്ട് എറിയാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് മാത്രമായിട്ട് സവിശേഷമായ സംവരണം ഏർപ്പെടുന്നതിനോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ ഭരണഘടനാപരമായിട്ട് യാതൊരു തടസ്സവുമില്ല. ഭരണഘടനയുടെ 15-4 അനുച്ഛേദത്തിൽ 15-4 എന്ന് പറഞ്ഞ അനുച്ഛേദത്തിൽ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ തകരാറൊന്നുമില്ല. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആദ്യകാലത്ത് ഇത് പറ്റില്ലായിരുന്നു. സുപ്രീം കോടതിയിൽ വന്ന പ്രസിദ്ധമായ കേസുണ്ട്, ചെമ്പകം ദൊരൈരാജൻ എന്ന് പറഞ്ഞ കേസുണ്ട്. ആ സമയത്ത് വന്ന നിരവധി കേസുകളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മദ്രാസിലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ചെറുപ്പക്കാരൻ വിമൻസ് കോളേജിൽ അഡ്മിഷൻ ചോദിച്ച് കേസ് കൊടുത്തു. കാരണം ഭരണഘടന അനുശാസിക്കുന്ന, ഉറപ്പ് നൽകുന്ന സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ ലംഘനമാണ്. അങ്ങനെ സ്ത്രീ പുരുഷൻ എന്ന രീതിയിലുള്ള വിവേചനം ഏർപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള വനിതാ കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് പുരുഷന്മാരായ വിദ്യാർത്ഥികൾക്കും അവകാശമുണ്ടെന്നാണ് പുള്ളി വാദിച്ചത്. കോടതി അത് ശരിവെച്ചു. കാരണം ആ രീതിയിലൊരു വിവേചനം അന്നത്തെ നിലയ്ക്ക് സാധ്യമായിരുന്നില്ല. അതിനെ തുടർന്നിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത്. അങ്ങനെയാണ് ഈ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്താം എന്ന് ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ടായത്. ഏതായാലും ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കൊല്ലമായി. കേരളം പിറവിക്ക് ശേഷവും ഒരുപാട് കൊല്ലമായി. വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഇത്രയും വിപ്ലവകരമായൊരു പരിഷ്കാരം, ഇതുപോലെ ഒരു പുരോഗമനോന്മുഖമായ നിലപാട് സർക്കാർ സ്വീകരിച്ച് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പലരും ചോദിക്കുന്നുണ്ട്, ഈ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളെല്ലാവരും തന്നെ ദരിദ്രരോ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നവരോ, അല്ലെങ്കിൽ ജീവിക്കാൻ പാങ്ങില്ലാത്തവരൊന്നുമല്ല. മിക്കവരും തന്നെ ടിക്കറ്റ് എടുത്ത് പോകാൻ ധനസ്ഥിതി ഉള്ളവരാണ്, പ്രാപ്തിയുള്ളവരാണ്, സർക്കാർ ജോലിയുള്ളവരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും. അന്യഥ സമ്പന്നരായ ആളുകളും ധാരാളം പേര് ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഒക്കെ ടിക്കറ്റ് എടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ജീവിക്കാൻ പാകമുള്ളവർക്ക് എന്തിനാണ് ഇങ്ങനൊരു സൗജന്യം അനുവദിക്കുന്നത് എന്നാണ് ആ ചോദ്യം. ഒറ്റ കേൾവിയിൽ ശരിയാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഒരു സംവരണം ഏർപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ സാമുദായിക അടിസ്ഥാനത്തിൽ ഒരു സൗജന്യം അനുവദിക്കുന്നത് ശരിയല്ല എന്നാണ് സർക്കാരിൻ്റെ സുചിന്തിതമായ തീരുമാനം. നമ്മളിപ്പോൾ അതിനെ ചോദ്യം ചെയ്തതിൽ കഥയില്ല. സ്ത്രീകൾ എന്ന് പറയുന്നത് ദുർബല വിഭാഗക്കാരാണ്. അത് പഞ്ചായത്തിലേക്കുള്ള 50% സംവരണം നോക്കുക. അവിടെ സാമ്പത്തിക സ്ഥിതിയുള്ളത് നോക്കിയിട്ടാണോ സംവരണം ഏർപ്പെടുന്നത്? അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അത് നായർ സ്ത്രീകൾ, ഈഴവ സ്ത്രീകൾ എന്ന് കരുതിയിട്ടാണോ? അല്ല. മുസ്ലിം സ്ത്രീകൾ, ക്രിസ്ത്യൻ സ്ത്രീകൾ എന്ന രീതിയിലാണോ? അതുമല്ല. പട്ടികജാതിക്കാർ, പട്ടികവർഗ്ഗക്കാർ എന്ന രീതിയിലാണോ? അതുമല്ല. അപ്പോൾ അങ്ങനെ ഒരു വിവേചനം ഈ കാര്യത്തിൽ ഏർപ്പെടുന്നത് ശരിയല്ല. സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഭാഗ്യം. ഇനി ജീവിക്കാൻ സൗകര്യമുള്ള സ്ത്രീകൾക്ക് വേണമെങ്കിൽ കെ എസ് ആർ ടി സിയുടെ വികസന ഫണ്ടിലേക്ക് അവർ മാസാമാസം കിട്ടുന്ന പൈസ, ഇതുകൊണ്ട് ലാഭിക്കുന്ന പൈസ വേണമെങ്കിൽ സംഭാവന ചെയ്യാം. അതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാവുന്നതാണ്. ഏതായാലും കെ എസ് ആർ ടി സി വളരെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് നമുക്കറിയാം. അതിൻ്റെ സഞ്ചിത നഷ്ടം എന്ന് പറയുന്നത് കോടാനുകോടി രൂപയാണ്. ഓരോ വർഷവും വലിയൊരു സംഖ്യ കേരള ഗവൺമെൻറ് കെ എസ് ആർ ടി സി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സൗജന്യം അനുവദിച്ചാൽ പ്രതിവർഷം 800 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാവും എന്നാണ് പറയുന്നത്. കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ ഉള്ള നഷ്ടത്തിൽ 800 കോടിയുടെ അധിക നഷ്ടമുണ്ടാവും.
ആ അധിക നഷ്ടം നികത്താനായിട്ട് കേരള സർക്കാർ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് പ്രത്യേകിച്ച് ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. സർക്കാരിന് അല്പം അധിക ചിലവുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു ദിവസം 3120 മറ്റോ ബസ്സുകൾ ഓടുന്നുണ്ട്. അതിലധികവും തിരുവനന്തപുരം ജില്ലയിലാണ്. അത് കഴിഞ്ഞാൽ കൊല്ലം, അത് കഴിഞ്ഞാൽ ആലപ്പുഴ, പിന്നെ എറണാകുളം, പിന്നെ തൃശ്ശൂർ, പാലക്കാട്, അങ്ങനെ പോകുന്നു. മലബാർ ഭാഗത്തേക്ക് കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി സർവീസുകൾ വളരെ കുറവാണ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കുറവാണ്. അപ്പോൾ ഇത് സാമൂഹികവും സാമുദായികവുമായ ഒരു അസന്തുലിതത്വം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അത് പരിഹരിക്കാനായിട്ട് സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മളിനി ഉറ്റുനോക്കിയാണ്. ഏതായാലും ഇത്ര സ്ത്രീകൾക്ക് ഇങ്ങനൊരു സൗകര്യം അനുവദിച്ച, ഒരു സൗജന്യം അനുവദിച്ച വി ഡി സതീശന് എൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. ഒരുപക്ഷേ കെ എസ് ആർ ടി സി പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും ഇത്രയും സ്ത്രീകളുടെ മുഖത്ത് ഒരു സന്തോഷം തെളിയിച്ച, അത്രയും ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയിച്ച നമ്മുടെ സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. ആ സർക്കാരിനെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നു. നമ്മുടെ ചിരകാല സുഹൃത്ത് സി പി ജോണാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് കെ എസ് ആർ ടി സി ഇതുപോലൊരു പുരോഗതി കൈവരിച്ചത് എന്ന കാര്യം പ്രത്യേകം സ്മരണാർഹമാണ്. സർക്കാർ ഇതുപോലെയുള്ള ജനക്ഷേമകരമായ നടപടികളുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ആശംസ, എൻ്റെ പ്രാർത്ഥന. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഈ എപ്പിസോഡ് പൂർണ്ണമായുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ നാടായ ആലുവ മാഞ്ഞാലി റൂട്ടിൽ ഓടുന്ന ഒരു സ്വകാര്യ ബസ്, അതിൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ എന്നാണ്. ആ ബസ്സിൽ ഈ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച മാത്രം പുരുഷന്മാർക്ക് സൗജന്യ യാത്ര അനുവദിക്കും. കെ എസ് ആർ ടി സി ബസ്സിൽ കയറാതെ ടിക്കറ്റ് എടുത്ത് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് മധുരപലഹാരം വിതരണം ചെയ്യാനും തീരുമാനിച്ചായിട്ട് അറിയും. ഇങ്ങനെയൊക്കെയുള്ള തമാശകളില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ബോറായി പോകും. പക്ഷേ ഈ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഈ ബസ് തടഞ്ഞു നിർത്താനും അതിൻ്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് കൂടി എടുക്കാൻ തയ്യാറുള്ളവർ മാത്രമേ ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ കൊടുക്കാവൂ എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ജയ് ഹിന്ദ്.